സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 20,000-ഓളം അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഏറ്റവും മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു. ഈ മാസം 26, 27 തീയതികളിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ്. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്നലെ അവസാനിച്ചതിനെ തുടർന്നാണ് ഇന്ന് അവധി ദിനമായിട്ടും സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും സന്ദർശിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. മുതിർന്ന അംഗം കോൺഗ്രസിലെ KR ക്ലീറ്റസ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. ശേഷം മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൃശൂർ കോർപ്പറേഷനിൽ മുതിർന്ന അംഗം ML റോസിക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അടാട്ട് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ MLA അനിൽ അക്കരയും ജില്ലയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പ്രമുഖരിൽ ഉൾപ്പെടും. കൊച്ചി കോർപ്പറേഷനിൽ കളക്ടർ G പ്രിയങ്കയാണ് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. കണ്ണൂർ കോർപ്പറേഷനിൽ TP ജമാലും, കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ സരോജാദേവിയും, കോർപ്പറേഷനിൽ ഉദയ സുകുമാരനും, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ KP മുഹമ്മദൻസും, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തിരുനാവായ ഡിവിഷനിൽ നിന്നുള്ള ഷെരീഫ B NBയും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. കാലാവധി അവസാനിക്കാത്ത മലപ്പുറം ജില്ലയിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളിലെ സത്യപ്രതിജ്ഞ ഡിസംബർ 22, 26, ജനുവരി 1, 16 തീയതികളിൽ നടക്കും. നഗരസഭകളിലും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ, മേയർ തെരഞ്ഞെടുപ്പ് 26 രാവിലെ 10 ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷവും നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം 27 മീഡിയ 1 തിരുവനന്തപുരം.